ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനൊരു പുതിയ ഡിഷുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ മീൻകറി വയ്ക്കുന്ന പോലെയല്ല, ഇതൊരു സ്പെഷ്യൽ കൂട്ടാണ് മീൻകറിക്ക്. അപ്പം നാടൻ രീതിയിലാണ് അത് ചെയ്യുന്നത്. അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇടുന്ന സമയത്ത് കാണിച്ചു തരാം ഓരോന്നും. ഓക്കെ, മീനിൽ നമ്മൾ മസാല ഇടുവാണേ വറുക്കാനായി. ലേശം മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് കുരുമുളക് പൊടി, ലേശം ഉപ്പ്, നാരങ്ങയും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്യാം. ശകലം നമുക്കത് മിക്സ് ചെയ്ത് വയ്ക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഓക്കെ, മസാല ഇതാക്കി വെച്ചേക്കുന്ന മീൻ നമുക്കിനി വറുത്തെടുക്കാം. ഗ്യാസ് കത്തിക്കാം. ഓക്കെ, ചട്ടി ഒന്ന് ചൂടാവട്ടെ. എണ്ണ ഒഴിക്കാം. നല്ലെണ്ണയാണ്. നല്ലെണ്ണ കുറച്ച് തോനെ ഒഴിക്കണം. മസാല ഇതിൽ നമുക്ക് ആദ്യം കരിവേപ്പില വയ്ക്കാം. എണ്ണ ചൂടാവട്ടെ. നമുക്കാദ്യം ഓരോ മീനായിട്ട് നമുക്ക് വറുത്തെടുക്കാം. നമുക്ക് മീൻ കറി വയ്ക്കാൻ മസാലക്കൂട്ട് നമുക്ക് എടുക്കാം. എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. മിക്സിയിൽ നമ്മൾ തക്കാളി, 2 തക്കാളി മുറിച്ച് ഇടുക. 4-5 വെളുത്തുള്ളി, 4 വറ്റൽമുളക്, ഒരു സ്പൂണ് മല്ലിപ്പൊടിയല്ല, മല്ലി ലൂസാണ്. ഇഞ്ചി ഒന്ന് ആഡ് ചെയ്യാം. ഒരു കഷ്ണം ഇഞ്ചി. ഇത്രയും നമുക്ക് അരച്ചു കൊണ്ടുവരാം. മീൻ വറുത്ത് കഴിഞ്ഞ് നമുക്കിനി ഇതൊന്ന് മാറ്റാം. ഇതിനുള്ള മസാലക്കൂട്ട് നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്കിനി ചട്ടി അടുപ്പത്ത് വയ്ക്കാം. വെള്ളം ഒന്ന് വറ്റട്ടെ. നമ്മൾ മീൻ വറുത്ത എണ്ണ തന്നെ അതിലോട്ട് നമുക്ക് ആഡ് ചെയ്യാം. കുറച്ച് എണ്ണ കൂടെ വേണം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. നമുക്ക് ഉള്ളി, ഒരു സവാളയാണ് കേട്ടോ, അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യാം. അതൊന്ന് ബ്രൗൺ കളറാവട്ടെ. ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിതിലിനി പച്ചമുളക് ചതച്ചത് ഇട്ടേക്കാം.
പച്ചമുളക് ചതച്ചത്, നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഉള്ളി മൂത്തതിൻ്റെ. ഇനി നമ്മൾ അരച്ച് വെച്ച തക്കാളി, മല്ലി, വെളുത്തുള്ളി ഇതൊക്കെ നമ്മൾ അരച്ചതാണ്. അത് ആഡ് ചെയ്യണം. ഇത് ഇച്ചിരി ചുവയൊന്ന് മാറട്ടെ തക്കാളിയുടെയൊക്കെ. എന്നിട്ട് നമുക്ക് മസാലക്കൂട്ട് ചേർക്കാം. ഒരു 2 മിനിറ്റ്. നമുക്കിതായിട്ടുണ്ട്. നമുക്കിനി അടുത്ത മസാല ചേർക്കാം. ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി, ഒരു സ്പൂണ് സാദാ എരിവുള്ള മുളക് പൊടി, ലേശം നമ്മൾ നേരത്തെ മീനിൽ നമ്മൾ മസാല ചെയ്തായിരുന്നു കുരുമുളക്, അപ്പോൾ ലേശം എടുത്താൽ മതി. ഒരു ലേശം ആഡ് ചെയ്യുക. നമുക്ക് നന്നായിട്ട് ഇളക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് ജീരകപ്പൊടി ഇടാം. കുറച്ച് ജീരകപ്പൊടി, കുറച്ച് കറി മസാലപ്പൊടി. ഓക്കെ, കഴിഞ്ഞു. ഇത്രയും മതി മസാല. നമുക്കതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മിക്സ് ആവട്ടെ. നല്ല മണമൊക്കെ വരുക കേട്ടോ പൊടിച്ചാണ് വച്ചേക്കുന്നത് ജീരകം. വേണമെങ്കിൽ മുഴുവനായിട്ട് നമുക്ക് അതിൻ്റെ കൂട്ടത്ത് അരയ്ക്കാം, ഇല്ലെങ്കിൽ പൊടി ഇടാം. പിന്നെ കറി മസാല ഇതെല്ലാം കൂടെ ഇട്ടപ്പോൾ നല്ല മണമാണ്. നമുക്കിനി പുളിവെള്ളം ഒഴിക്കാവേ. പുളിവെള്ളം നല്ല മിക്സ് ചെയ്യുക. നല്ല മിക്സ് ചെയ്തെടുക്കുക. പിന്നീട്ട് നമുക്കതൊന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരട്ടെ. 5 മിനിറ്റ് നമുക്ക് അടച്ചിട്ട് ഒന്ന് വയ്ക്കാം. അപ്പോൾ എണ്ണ തെളിഞ്ഞ് വരും. ഓക്കെ, നമുക്കത് നോക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ട് തെളിഞ്ഞായിരുന്നു എണ്ണയൊക്കെ. ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള വെള്ളം. ഇനി നമുക്ക് ലേശം ഉപ്പിടാം. ഓക്കെ, ലേശം എന്ന് പറഞ്ഞാൽ 1 സ്പൂണ്. ഒരു സ്പൂൺ ഉപ്പിട്ട് ഇതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച് വന്നിട്ട് നമുക്ക് മീനിടാം, ആഡ് ചെയ്യാം. നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് ബീട്രൂട്ട് കിച്ചടി വയ്ക്കാം. ഇവിടെ നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം വെച്ച് ഇതിനകത്ത് വെച്ചിട്ട് ആഡ് ചെയ്ത് നമുക്കൊന്ന് 2 ബിസിലാക്കി എടുക്കാം. ഓക്കെ, ചട്ടി ചൂടായ നമുക്ക് ബീട്രൂട്ട് കിച്ചടി വയ്ക്കാം. കുറച്ച് എണ്ണ നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് എണ്ണ ഒഴിച്ച് ലേശം കടുകിടാം. ലേശം കരിവേപ്പില, പൊട്ടുന്നുണ്ട്. നമുക്ക് ഇത് ആഡ് ചെയ്യാം. ബീട്രൂട്ട് ആഡ് ചെയ്യാം. നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചതാണ്. 2 ബിസിലെടുത്ത് നമ്മൾ വേവിച്ച് വെച്ചതായത് ബീട്രൂട്ട്. അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് എണ്ണയിലിട്ടൊന്ന് വഴറ്റി. ഓക്കെ,
അതൊരു വെറൈറ്റി ആയിട്ട് നമ്മൾ കിച്ചടി സാധാരണ അരച്ചൊക്കെയല്ലേ ബീട്രൂട്ട് എടുക്കുന്നത്. ഇത് നമ്മൾ ഒന്ന് അരിഞ്ഞിട്ട് ഒന്ന് ഇതായിട്ട് വെറൈറ്റി ആയിട്ടൊന്ന് ചെയ്യാമെന്ന് വെച്ചു. ഇങ്ങനെയും നമുക്ക് ചെയ്യാം കിച്ചടി. നമുക്ക് ഇതിലോട്ട് ഉപ്പ് ചേർക്കാം. അര സ്പൂൺ ഉപ്പ്, ഉപ്പ് ചേർത്തിട്ട് നമുക്ക് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. വെറും തേങ്ങ അരച്ച് ശകല വെള്ളവും ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ആഡ് ചെയ്യാം. നമുക്കൊന്ന് ആഡ് ചെയ്യാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ചൂടാവട്ടെ. ചൂടായി കഴിഞ്ഞിട്ട് നമുക്കിതിലിന് കുറച്ച് തൈര് ആഡ് ചെയ്യണം. പിന്നെ കിച്ചടി റെഡിയായി. അപ്പം നിങ്ങളിതിടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒന്ന് ചൂടാവട്ടെ. ഇതായിട്ടുണ്ടേ. നമുക്കതിന് ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തണുക്കട്ടെ. എന്നിട്ട് തൈര് ഒഴിക്കാം. ഓക്കെ. ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. കിച്ചടിയുടെ ഇപ്പം കുഴപ്പമില്ല. നമുക്ക് തൈര് ഒഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഉപ്പ് ഇപ്പോൾ കറക്റ്റാണ്. ഓക്കെ, ഓഫ് ചെയ്യാം. കറി എന്തായെന്ന് നമുക്ക് നോക്കാം. കറി കുറച്ച് വറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് മീൻ ആഡ് ചെയ്യാം. നമുക്ക് ഓരോ കഷ്ണമായിട്ട് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ആഡ് ചെയ്യേ. ഇതിലോട്ട് ഇളക്കി കൊടുക്കാം. നമുക്കതിൽ 2 പച്ചമുളക് ഇട്ട് കൊടുക്കണം. അതായത് വെച്ച് നല്ല മണം കിട്ടും. പിന്നെ ഒരു കളർഫുള്ള്. ഓക്കെ. മല്ലിയിലയും തൂക്കി കൊടുക്കാം. മല്ലിയില വെച്ച് കരിവേപ്പില. ഓക്കെ. 5 മിനിറ്റ് അടച്ചിടാം. വേറൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. അത് തണുക്കാനായിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിനി തൈരൊന്ന് ആഡ് ചെയ്യാം. 2 സ്പൂൺ 2-3 സ്പൂണ്. ഓക്കെ. നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു വെറൈറ്റി. ഇതിലൊന്ന് ഉപ്പ് നോക്കാം. നമുക്ക് ഉപ്പൊന്ന് നോക്കട്ടെ. ലേശം ഉപ്പ് കൂടെ വേണം. ഉപ്പൊന്ന് ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ കഷ്ണങ്ങളും കടിക്കാനൊക്കെ കിട്ടും കിച്ചടിയിൽ. അതൊന്ന് ഇടയ്ക്കൊന്ന് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കിച്ചടിയും ഈ വെച്ച മീൻ ചാറും ഒരു വെറൈറ്റി മസാലക്കൂട്ട് മീൻ ചാറാണ്. അപ്പോൾ വെച്ച് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. ഒന്നുകൂടെ നോക്കട്ടെ. പാകം. നമുക്ക് കറിയൊന്ന് നോക്കാം ആയിട്ടുണ്ടോയെന്ന്. വറ്റിയിട്ടുണ്ട്. മീൻ പൊടിക്കാതെ ഇളക്കണം കേട്ടോ. ഇത് ചെറിയ മീനായതുകൊണ്ട്
പൊടിഞ്ഞു പോവും. വലിയ മീനാണ് ഇതിന് വേണ്ടത് ഈ മസാല കൂട്ടിന്. പിന്നെ എൻ്റെ കയ്യിൽ ചെറിയ മീൻ ഉള്ളതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്തു. ഉപ്പ് നോക്കാം ഇതിൻ്റെ. കൊള്ളാം, അടിപൊളി, നല്ല എരിവും ഉപ്പും എല്ലാം പാകമുണ്ട്. നമുക്കതിന് തീ ഒന്ന് ഓഫ് ചെയ്യാം. ഓക്കെ, തീ ഓഫ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ചോറെടുത്തിട്ട് കഴിക്കാം. നമ്മുടെ കിച്ചടി ആയിട്ടുണ്ട്, ബീട്രൂട്ട്, നമ്മുടെ നാടൻ മസാലക്കൂട്ട് മീൻകറി ആയിട്ടുണ്ട്. നമുക്കിനി ചോറെടുത്ത് കുറച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഒരു കഷ്ണം മീൻ, കുറച്ച് ചാറ് ഒഴിക്കാം, കുറച്ച് കിച്ചടി എടുക്കാം, ഒന്ന് കഴിച്ച് നോക്കട്ടെ. അടിപൊളി, നല്ല ടേസ്റ്റാണ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. ഒരു വെറൈറ്റി മീൻ ചാറാണ്. അതായത് നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന മീൻ ചാറല്ല, ഇത് ഒരു വെറൈറ്റി മസാലക്കൂട്ട് മീൻ ചാറാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം, അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ പറയണം. അതുപോലെ ബീട്രൂട്ട് കിച്ചടി, ഇതൊക്കെ ഒന്ന് കടിക്കാനായിട്ട് ഒന്ന് കിട്ടുന്നുണ്ട്, അതും ഒരു ടേസ്റ്റാണ്. അത് നിങ്ങളത് കഴിച്ച് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എനിക്ക് പറയാൻ വാക്കുകളില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് മീൻ ചാറ് കിച്ചടിയും. ഓക്കെ, നിങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തൊരു പുതിയ ഡിഷുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. ബൈ.